65 വർഷ കാലഘട്ടത്തില് UPA-കാരൻ ഇന്ത്യയിൽ നിർമ്മിച്ചത് ഒരേ ഒരു എയിംസ് ആയിരുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് 6 എയിംസ് നിർമ്മിച്ചത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നുവെങ്കിൽ, നരേന്ദ്രമോദിജി 15 എയിംസുകൾ കൂടി, ഹോസ്പിറ്റലുകൾ കൂടി പണിത് പൂർത്തിയാക്കി 2026-ൽ രാജ്യത്ത് മൊത്തം 26 എയിംസ് ഹോസ്പിറ്റലുകൾ കൊണ്ട് ഈ രാജ്യത്തിന്റെ ആരോഗ്യ രംഗത്ത് ശക്തിപ്പെടുത്തിയ പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി എന്ന്. അവിടെ എവിടെയാണ് വിവേചനമുള്ളത്? ഒരു വിവേചനവുമില്ല. ഒരു സമൂഹത്തോടും വിവേചനം കാണിക്കുന്നില്ല, ഒരാളോടും വിവേചനം കാണിക്കില്ല, ഒരാളോടും പ്രീണനവുമില്ല. രാജ്യത്തിന്റെ പുരോഗതി അതിനപ്പുറം യാതൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ടൊരു സത്യം പറഞ്ഞോട്ടെ, ഏത് ഇന്നസെന്റ് ഒരു സിനിമ ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴല്ല, എനിക്കറിയാവുന്ന, എനിക്ക് കൃത്യമായ ബോധ്യമുള്ള, എന്റെ കൃത്യമായ രാഷ്ട്രീയ വായനയുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാന് ഇവിടെ നിൽക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലെ എന്റെ സ്നേഹ സഹോദരങ്ങളോട്, കാരണവന്മാരോട്, അമ്മമാരോട് അല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന ശബ്ദ ഇതിനെന്തുണ്ടാ പറയാ, സ്പീക്കർ, ഇതിന് മലയാളം അറിയിച്ച് കിട്ടുന്നില്ല. ഈ സ്പീക്കറിലൂടെ ഈ ശബ്ദം ശ്രമിക്കുന്ന എന്റെ പരിസരത്തുള്ള മുസ്ലിം സുഹൃത്തുക്കളോട് ഞാൻ പറയാം, ഞാൻ നിങ്ങളോട് ഏറ്റവും വലിയ സ്നേഹത്തിൽ പറയാ, ഞാൻ ബിജെപിയുടെ വേദിയിൽ വന്ന് സംസാരിക്കുമ്പോ എന്നെ വെറുക്കുന്ന, എന്നോട് ദേഷ്യം കാണിക്കുന്ന, എന്നോട് വളരെ വളരെ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ എനിക്ക് പരിചയമുണ്ട്. സോഷ്യൽ മീഡിയകളിൽ എന്നെ അപകീർത്തിപ്പെടുത്തുന്ന ആളുകളുണ്ട്. എനിക്കൊരാളോടും പരിഭവമില്ല, എനിക്കൊരാളോടും ദേഷ്യമില്ല, എനിക്കൊരാളോടും തന്നെ യാതൊരു തരത്തിലുമുള്ള വെറുപ്പുമില്ല, വിദ്വേഷവുമില്ല. ഞാൻ പറയട്ടെ നിങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സമുദായമേ, ഞാൻ മൈനോറിറ്റിയുടെ പ്രതിനിധിയായിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വേദിയിൽ നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ സ്ഥലങ്ങളും ഓരോ സംസ്ഥാനങ്ങളും ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായ വിജയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും കെട്ട, കേരളത്തിൽ വരും കെട്ട എന്ന് പറഞ്ഞ പോലെയുള്ള സ്വപ്നമല്ല. ഈ ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളം ഭരിക്കും. അത് കാണുന്നത് നിങ്ങളുടെ മക്കളായിരിക്കില്ല, അത് കാണുന്നത് നിങ്ങളുടെ പേരക്കുട്ടികളായിരിക്കില്ല, അത് കാണുന്നത് നീയൊക്കെ തന്നെയായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആ സമൂഹത്തിൽ BJP ആകട്ടെ, മറ്റ് എന്ത് സംവിധാനമാകട്ടെ, ഏത് കാലവും ശത്രു മനോഭാവത്തോടു കൂടി എതിരാളികളായി, പ്രതിയോഗികളായി ആര് അഭിമുഖീകരിക്കുന്നതോ ആ പ്രതിയോഗികളായി കണ്ട ആളുകൾ അവര് അഭ്യുന്നതിയിലേക്ക് കടന്നു വരുമ്പോ തങ്ങളുടെ മറുഭാഗത്തു നിന്നും പടപൊരുതിയവർക്ക് ഒരു പരിഗണനയും ഒരാളും കൊടുക്കില്ല. അത് BJP ആയാലും എന്ത് സംവിധാനമായാലും അത് ലോകത്തിന്റെ സുന്നത്താണ്, അത് ലോകത്തിന്റെ പതിവാണ്. ആ സന്ദർഭത്തിൽ എന്റെ സമുദായമേ, നിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വേദിയിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്, പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ല, സഹസ്രാബ്ദത്തിനപ്പുറം ജിബ്രാൾട്ടറെ കടലിടുക്കിന്റെ മുമ്പിൽ വെച്ച് താരിഖ് ഇബ്നു സിയാദ് സമുദായത്തോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, അന്നകും ഫീ ഹാദിഹിൽ ജസീറത്തി അഫ്ളഹ മിനൽ അൻകാബി ഫീ ഖാദിമത്തിൻ നിയാം. എന്റെ സമുദായമേ, നിങ്ങൾ ആമാന്തിച്ചു നിന്നാൽ, നിങ്ങൾ പിന്മാറി നിന്നാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണെന്നറിയുമോ? നിന്നരും നീചരും ദുഷ്ടരുമായ ആളുകൾ നടക്കുന്ന സത്യയിലേക്ക് വിളിക്കപ്പെടാതെ ക്ഷണിക്കപ്പെടാതെ കടന്നു കയറുന്ന യത്തീമുകളെക്കാൾ നിങ്ങളുടെ കാര്യം കഷ്ടമായിരിക്കും കേട്ടോ, നിങ്ങളുടെ കാര്യം പരിതാപകരമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് താരിഖ് ഇബ്നു സിയാദ് പറയുന്നുണ്ട്, വാളെടുത്ത് പോരാടണമെന്ന്, വാളെടുത്ത് പോരാടുന്നു എന്ന് താരിഖ് പറയുന്നുണ്ട്. ഞാൻ പറയുന്നു, വാളെടുത്ത് പോരാടരുത്. വാളിനേക്കാൾ ശക്തിയുള്ള, വാളിനേക്കാൾ ഊർജ്ജമുള്ള താരത്തിന്റെയോ ഉള്ളത്തിനേക്കാൾ ശക്തിയുള്ള താരത്തിന്റെയോ അതുമായിട്ടാണ് നിങ്ങൾ പോരാടേണ്ടത്. അത് ചിന്തിച്ചു നിറച്ചു കളയാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിന്നാൽ, ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നാൽ, ഈ പ്രവാഹത്തിന്റെ കൂടെ നിന്നാൽ, ഈ പ്രവാഹത്തിന്റെ കൂടെ
ആലോചിക്കുക. കമ്പാർട്ട്മെന്റുകളായിട്ടല്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടല്ല, ഒന്നിച്ച് ഒരുപോലെ ഒന്നായി ഒത്തൊരുമയോടെ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. നമ്മൾ പറയാറുണ്ടല്ലോ, വിശുദ്ധ ഖുർആനില് പറഞ്ഞു എല്ലാ മനുഷ്യരും ഒന്നാണ്, എല്ലാവരും ആദമിന്റെ ഹവ്വയുടെ മക്കളാണെന്ന് വിശുദ്ധ ഖുർആനും പരിശുദ്ധ പ്രവാചകനും സമന്വിതമായി പഠിപ്പിച്ചതാണ്. ഷബീർ ഭായ്, അതുപോലെ എന്റെ സുഹൃത്ത, അതുപോലെ ക്രിസ്ത്യാനിറ്റിയും പഠിപ്പിക്കുന്നുണ്ട്. എന്ത്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും ആദാമിന്റെ ഹവ്വയുടെ മക്കളാണെന്ന് ക്രിസ്ത്യാനിറ്റിയും പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഹൈന്ദവത പഠിപ്പിക്കുന്നത്? എന്താണ് സനാതന ധർമ്മം പഠിപ്പിക്കുന്നത്? മാതാ പാർവതി ദേവി, പിതാ ദേവോ മഹേശ്വര, ബാന്ധവ മാനവ സർവേ സുദേശോ ഭുവനത്രയം സർവേ സുഖിന സന്തു സർവേ സന്തു നിരാമയ. മാതാവ് പാർവതി ദേവി, പിതാവ് മഹേശ്വര ദേവൻ. മനുഷ്യരകിലവും ബന്ധുക്കളാണ്, മനുഷ്യരകിലവും ബന്ധുക്കളാണ്. ഈ ഭൂമിയാകുന്ന ഭവനത്തിൽ ഒരു ഭുവനത്തിലെന്ന പോലെ അധിവാസം കൊള്ളേണ്ടവരാണ് എന്നാണ് ഹൈന്ദവ സനാതന ധർമ്മം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നിച്ചു മുന്നോട്ട് പോവാൻ നമ്മുടെ പ്രഥമമായ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ ശത്രു ഹിന്ദുവല്ല, നമ്മുടെ ശത്രു മുസ്ലിമല്ല, ക്രിസ്ത്യാനിയല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല. നമ്മുടെ ശത്രു പട്ടിണിയാണ്, നമ്മുടെ ശത്രു തൊഴിലില്ലായ്മയാണ്, നമ്മുടെ ശത്രു രോഗങ്ങളാണ്. അതിനോട് മാത്രമായിരിക്കണം നമ്മുടെ ശത്രുവ മനോഭാവം. ഒന്നിച്ചു നിൽക്കാൻ കഴിയണം, ഒരുമയോടെ നിൽക്കാൻ കഴിയണം. പക്ഷേ ഇന്നിന്റെ വല്ലാത്ത സാഹചര്യം എന്താണെന്നറിയോ? വല്ലാത്ത സാഹചര്യം, അകന്നൊഴിഞ്ഞു പോവാൻ എന്തുണ്ട് മാർഗം എന്ന് നമ്മള് വല്ലാതെ അന്വേഷിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അകന്നൊഴിഞ്ഞു മാറി നിൽക്കാൻ, അകന്നൊഴിഞ്ഞു നിൽക്കാൻ അതിനെന്താ മാർഗം എന്ന് തേടുക. അപ്പൊ കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് എക്സ്പ്രസില് കുറച്ച് കുട്ടികള് പാട്ടുപാടി. ഇത് പരമപവിത്രമതാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേവനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. കുട്ടികൾ പാട്ടുപാടി. അത് ഇന്ത്യൻ റെയിൽവേ അപ്ലോഡ് ചെയ്തു. എന്താ പുള്ളി ശിവൻകുട്ടി പറയാത്തോണ്ട് ഞങ്ങളാ ഈ സ്കൂള് അവർക്ക് ആ ഈ സ്കൂള് ഏതാന്ന് പരിശോധിക്കുന്നുണ്ട്. അതിന്റെ NOC ഞങ്ങള് ചെയ്യും. ബിനോയ് വിശ്വം മോചാരി പറഞ്ഞതെന്താ? ഇന്ത്യയോട് ചെയ്ത വല്ലാത്ത ആക്രമമാണ് ഈ പാട്ട് പാടിയത്. ഞാൻ ഈ പാട്ട് പഠിച്ചത് വന്ദേ ഭാരതി എക്സ്പ്രസിൽ കുട്ടികൾ പാടിയപ്പോഴല്ല. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ സ്കൂളിൽ ഒതായിയിൽ ചാത്തല്ലൂരിൽ എന്റെ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞങ്ങളുടെ അധ്യാപകർ അവര് ഞങ്ങൾക്ക് ദേശഭക്തി ഗാനമായി, സംഘഗാനമായി സബ് ജില്ലയിലേക്ക് പോകാൻ വേണ്ടി പഠിപ്പിച്ചിരുന്ന പാട്ടാ. അപ്പൊ ചില ആൾക്കാർ പറയാ, 3ാം ക്ലാസ്സിൽ പഠിച്ചത് ഇച്ച് മറന്നിട്ടുണ്ടാവില്ലേ? 3ാം ക്ലാസ്സിൽ മറക്കാൻ ഞാൻ 2ാം ക്ലാസ്സിൽ മറന്നിട്ടില്ലല്ലോ. ശ്രീദേവി മഹാഭാഗവതത്തിലെ സ്വപ്നമാണ്, ശ്ലോകമാണ് ഞാൻ പഠിച്ചത് 2ാം ക്ലാസ്സിനാണ്. പിന്നെ എങ്ങനെ ചങ്ങന്മാരെ ഞാൻ 3ാം ക്ലാസ് മറക്കുക? അപ്പോ അകൽച്ചയുണ്ടാക്കാൻ അതിനു വേണ്ടിയിട്ട് ആളുകൾ മത്സരിക്കുക. നമുക്ക് അകൽച്ചയുണ്ടാക്കേണ്ടവരല്ല, നമ്മൾ സ്നേഹിക്കേണ്ടവരാണ്. പരസ്പരം അറിയാനും അലിയാനും അനുഭവപ്പെടാനും സ്നേഹിക്കുവാനും ഈ രാജ്യത്തിന്റെ, രാഷ്ട്രത്തിന്റെ, സംസ്ഥാനത്തിന്റെ പുരോഗതി മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഭാരത മഹാരാജ് ഈ രാജ്യത്തിന്റെ, അതിന്റെ അഭ്യുന്നതി, അതിന്റെ അഭിവൃദ്ധി, അത് ലോകത്തോളം വിളംബരം ചെയ്യാൻ നമുക്ക് കഴിയണം.
ഇന്ത്യയുടെ ഒന്നാമത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ, അദ്ദേഹം ഭ്രമണപഥത്തിലായിരിക്കുമ്പോ അന്നത്തെ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമ്പോ പ്രധാനമന്ത്രി ചോദിച്ചു, മിസ്റ്റർ ശർമ്മ, അങ്ങ് മേളിൽ നിന്ന് നോക്കുമ്പോ എങ്ങനെയുണ്ട് നമ്മുടെ ഭാരതം? രാകേഷ് ശർമ്മയുടെ അതരങ്ങളിൽ തട്ടിക്കളിച്ചത് സർവലോകത്തെക്കാളും മനോഹരം നമ്മൾ തൻ ഭാരതം ഹിന്ദുസ്ഥാനം. ഇത് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയണം നമ്മൾക്ക്. അത് അമാന്തിച്ചു നിൽക്കേണ്ടതില്ല, അലംഭാവം കാണിക്കേണ്ടതില്ല. അത് അഭിമാനത്തോടു കൂടി വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കണം. ഒന്നിച്ചു നിൽക്കണം, ഒന്നിച്ചു നിൽക്കണം, ഒത്തൊരുമയോട് കൂടി നിൽക്കണം. മതം പറഞ്ഞ്, വർഗം പറഞ്ഞ്, വർണ്ണം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ആര് വന്നാലും ചവിട്ടാടി നോക്കി മൂടിച്ചോടി ചെവി. മതം പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ കടന്നു വരണ്ട. ഒരു ചങ്ങായി പറയാ, എന്ത് 9.5 കൊല്ലം ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കാൻ UDF ഭരണം പിടിക്കണം. അപ്പം ഇജല്ലാതെ ഇവിടെ വേറെ ആരുമില്ലേ? ഇതുപോലെ ഓരോരുത്തർ ഇറങ്ങിയ എന്താ ചെയ്യാ? EMSന്റെ കാലം മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വേറെ കൂടെ ഇറങ്ങിയ എന്ത് ചെയ്യും? മതം പറഞ്ഞിട്ട് എന്തൊരു കഷ്ടമെന്നറിയും. 9.5 കൊല്ലം ഈ സമുദായത്തിന് ചുക്കും നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഈ 9.5 കൊല്ലം കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. എന്നാൽ ലീഗുകാരന് നഷ്ടമുണ്ടായിട്ടുണ്ട്. PMA സലാം പറഞ്ഞല്ലോ, ഭരണമില്ല എന്നുള്ള അസ്ഥിര ഞങ്ങൾ വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. ഭരണം ഉള്ളപ്പോ പല തരികിടിയും കാണിക്കലുണ്ട്. അത് ഇങ്ങക്ക് കിട്ടാത്തതിന് സമുദായത്തിന്റെ പേരിൽ പറയുന്ന. എന്നിട്ട് ഇങ്ങനെ ഈ ചെങ്ങായി കൊപ്പരപ്പാണ്ഡ്യയിലെ കണ്ടം പൂച്ചനെ പോലെ ഇങ്ങനെ ഈ ഇടക്കൗത്ത് ഇങ്ങനെ വണ്ണം വെപ്പിച്ചിട്ട് ഇങ്ങനെ കൂരി അമറും പോലെ ഇങ്ങനെ അമറുമ്പോ, ഈ വൃത്തികേട് പറയുമ്പോ, ഈ മതവർഗീയത പറയുമ്പോ അതിന് BGM ഇട്ട് അല്ലാഹു അക്ബർ കുറെ മത്സരപ്പൂത്തുകാർ സദസ്സിന് ഓന്റെ ചവിട്ടാണി മൂളിച്ചാണത്. അല്ലാതെ അതിന് കൈയടിച്ച് BGM ഇട്ടിട്ട് അതിങ്ങനെ റീൽസാക്കി വെക്കല്ല. തോന്നിയാസ പറഞ്ഞത് ചവിട്ടാണി മൂളിച്ചോ കാരണം ചെവി. മനസ്സിലായോ? അതുകൊണ്ട് മതം പറഞ്ഞ്, വർഗം പറഞ്ഞ്, വിഭാഗീയത പറഞ്ഞ് ഇവിടെ ഒരാളും രാഷ്ട്രീയം പറയുന്ന. രാജ്യത്തിന്റെ പുരോഗതി, രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധി, രാജ്യത്തെ ലോകത്തിന്റെ മുമ്പിൽ നടത്താൻ ഒരു പ്രധാനമന്ത്രി ശക്തമായി മുന്നിട്ടിറങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ ഈ രാജ്യത്തെ 200 വർഷം ഭരിച്ചു മുടിച്ച ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തെ, ഈ രാജ്യത്തിന്റെ 75ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷത്തിന്റെ അന്ന് 5ാം സ്ഥാനം 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ബ്രിട്ടന്റെ മുകളിൽ സാമ്പത്തിക ഭദ്രത കൊണ്ട് സ്ഥാനം വർദ്ധിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്രമോദി എന്ന് അഭിമാനത്തോടു കൂടിയാ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത്, ഉദ്ഘോഷിക്കുന്നത്. അപ്പോ ഈ കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾ കൃത്യമായ ബോധത്തോടെ ഈ കാര്യങ്ങളെ കുറിച്ച് തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനൊറ്റ കാര്യം കൂടെ പറയാം. ഭാരത മഹാരാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രമായ പാർലമെന്റിന്റെ മകുടത്തിൽ മനോഹരമായ ദേവനാഗരി ലിപിയിൽ ഒരു സംസ്കൃത ശ്ലോകം കൊത്തിവെച്ചിട്ടുണ്ട്. അയം നിജ പരോവേദി ഗണനാം ലഘുചേതസാം ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബകം. ഞാൻ മാത്രം, എന്റേത് മാത്രം എന്ന് ശഠിക്കുന്നത് അത് ക്ഷുദ്ര മനസ്സിൽ നിന്ന് വമിക്കുന്ന ജൽപ്പനങ്ങളാണ്. വിശാലമായി ചിന്തിക്കുന്നവർക്കോ ലോകമാണ് തറവാട്. അതാണ് ഭാരതത്തിന്റെ പ്രഖ്യാപനമായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ തിലകക്കുടി പോലെ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ വിളംബരം ചെയ്യുന്നത്. അതേ പാർലമെന്റിൽ എഴുതി വെച്ച ഒരു വചനമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ 13ാം അധ്യായം സൂറത്തുർ റഅദ്, ഇത്തിനാദം എന്ന് പേരുള്ള അധ്യായത്തിന്റെ 13ാം അധ്യായത്തിന്റെ
11ാമത്തെ സൂക്തവും പാർലമെന്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സമൂഹം, ഒരു ജനത അവർ സ്വയം പരിവർത്തനത്തിന് തയ്യാറാവാത്ത കാലത്തോളം പതിവിൻ പടികളിൽ നിന്ന് മാറി ഒരു വിപ്ലവത്തിന്റെ വഴി ഒരു സമൂഹം തെരഞ്ഞെടുക്കാത്ത കാലത്തോളം ദൈവം അവരെ മാറ്റിപ്പണിയുകയില്ല. ഇടതിനും വലതിനും മാറി മാറി കുത്തി നിങ്ങളുടെ ആയുസ് ഒതുങ്ങി. എന്റെ പ്രിയപ്പെട്ടവര്, ഞാൻ അവസാനിപ്പിക്കാൻ നിൽക്കുന്ന അസീസിനോട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട്, ഞാൻ എന്നെ കേൾക്കുന്ന കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ആരെങ്കിലും കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൊന്നാര ചെങ്ങന്മാരെ ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് വിചാരിച്ച് നിങ്ങളാരും കാത്തുകുത്തേൽക്കണ്ട. രാഹുൽ ഗാന്ധിയെ ഇപ്പം വിളിക്കണെന്താ? ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ, ഭാവി പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധിക്ക് അള്ള ആയുസ് നീട്ടിക്കൊടുക്കട്ടെ, ആമീന്ന് പറയാനല്ലാതെ. 100 വയസ്സ് കഴിഞ്ഞ് 101ാമത്തെ വയസ്സിലും ആ കുട്ടിന്റെ പേര് ഭാവി പ്രധാനമന്ത്രി നയിക്കും. പക്ഷേ എന്റെ തമാശ അതല്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകും എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ജീവിച്ചിരിക്കുമ്പോ ലോകാവസാനം ഖിയാമത്ത് നാളുണ്ടാവും. നിങ്ങൾ ആരും പേടിച്ചും വേണ്ട. ദജ്ജാല് വരൂല. ദജ്ജാല് വന്ന് എന്ത് കാട്ടാനാണ്? ദജ്ജാലിന് കുറവാകൂലേ? ഈ സാധുക്കളെടുത്ത് വന്നിട്ട് എന്ത് കാട്ടാനാ ദജ്ജാല്? യൗജൂജ് മൗജൂജ് വരുമല്ല. യൗജൂജ് പറയും ഞാൻ പോകും, അപ്പൊ മൗജൂജ് പൊന്നാൻ ചങ്ങായി ആ സാധുക്കളെ കടുപ്പം കാട്ടാൻ പോണ്ട. ലാഭത്തില്ല, ഒരു ദാഹമില്ല എനിക്ക് എന്ന് പറഞ്ഞ് മുണ്ടാതെ കുത്തിരിക്കും അപ്പുറത്ത്. കാരണം ഇമ്മാതിരി സാധുക്കളെ എടുത്ത് ഈറ്റങ്ങൾ വരൂടാന്ന്. ഏത് സാധുക്കള്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്ന പാവം കൗമിന്റെ അടുത്ത് നടക്കൂല മക്കളെ. ആരൊരാളൻ കുടീരയെ കെട്ടുവാൻ, ആരൊരാളതിന്മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാണ് കുടീരയെ വിട്ടയക്കുന്നു ഞാൻ എന്ന് പറഞ്ഞ പോലെ 2014 കാലാംശത്തിൽ ചെങ്കോട്ടയിൽ നരേന്ദ്രദാസ് മോദി എന്ന് പറയുന്ന മോദിജി തുടങ്ങി വെച്ച ആശ്വമേധമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, അത് നിൽക്കുന്ന വിചാരിച്ചിട്ട് ആരും കുത്തരുതുമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ പ്രവാഹത്തിന്റെ കൂടെ ചേരുക, ഈ പ്രവാഹത്തിന്റെ കൂടെ ചേരുക, അകന്നൊഴിഞ്ഞു മാറി നിൽക്കാതെ ഈ പ്രവാഹത്തിന്റെ കൂടെ ചേരുക. ഞാൻ താരിഖുബ്നു സിയാദിനെ ഒന്നുകൂടി ഉദ്ധരിക്കുന്നു. നിങ്ങൾ പിന്തിരിഞ്ഞു നിന്നാൽ, നിങ്ങൾ വഴിമാറി നിന്നാൽ, നിങ്ങൾ അലംഭാവത്തോടെ നിന്നാൽ നിങ്ങൾ ഒന്നുമല്ലാതെയായിത്തീരും. ഈ പ്രവാഹത്തിന്റെ കൂടെ ചേരുകയല്ലാതെ വേറെ മാർഗമില്ല, വേറെ വഴിയില്ല. അവസാനം രാഹുൽ ഗാന്ധി പട്ടായിൽ 10 സെന്റ് തരും വാങ്ങിയാണ് പോവും ചെയ്യും. നിങ്ങള് റോട്ടുമേലാവും ചെയ്യും. അതിന് നിൽക്കണ്ട. അതുകൊണ്ട് അകന്നൊഴിഞ്ഞു മാറി നിൽക്കാതെ, വിഭാഗീയത പറഞ്ഞ് അകന്നൊഴിഞ്ഞു മാറി നിൽക്കാതെ ഒന്നിച്ചു നിൽക്കുക. ലക്ഷ്യം രാജ്യത്തിന്റെ വികസനം, രാജ്യത്തിന്റെ പുരോഗതി. ഈ സംസ്ഥാനത്തിൽ ജീവിക്കുന്ന നമുക്ക്, വിശിഷ്യ ഈ സംസ്ഥാനത്തിന്റെ അഭിവൃദ്ധി. ഇവിടെ കൃഷിക്ക് പ്രോത്സാഹനം ലഭിക്കട്ടെ, ഇവിടെ വ്യവസായങ്ങൾ ഉയർന്നു വരട്ടെ, ഇവിടുത്തെ ആരോഗ്യരംഗം മികച്ചതാവട്ടെ, ഇവിടുത്തെ സാമ്പത്തിക രംഗം മികച്ചതാവട്ടെ, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം മികച്ചതാവട്ടെ. അഭിമാനത്തോടെ നിലകൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ പടുത്തുയർത്താൻ, നമ്മുടെ സംസ്ഥാനത്തെ പടുത്തുയർത്താൻ, പുനർനിർമ്മാണം നടത്താൻ, അതിന് ഈ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിൽക്കുക. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിൽക്കുക. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ അറിഞ്ഞുണ്ടോ?
ഇത് കേൾക്കുമ്പോ ഇപ്പൊ ഞാൻ നേരത്തെ ബഷീർഖാനോട് സംസാരിച്ചപ്പോ പറഞ്ഞു എന്ത് 21ാമത്തെ ഗഡുവാണ് PM കിസാൻ സമ്മാൻ പദ്ധതി. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് നാളെ നിങ്ങളെ ഇവിടെ രാജേട്ടൻ പറഞ്ഞില്ലേ ഫോണിൽ കീ എന്ന് പറയാപ്പോൾ എടുത്തു പോകുമ്പോ 2000 രൂപ വരുന്നു. രാജീവ് ഗാന്ധി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം പരിഭവം പോലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പഠനം നടത്തി, ഖനനം നടത്തി, ഗവേഷണം നടത്തി രാജീവ് ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു സങ്കടമുണ്ട്, പരിദേവനമുണ്ട്, പരിഭവമുണ്ട്. എന്താണെന്നറിയോ? രാജീവ് ഗാന്ധി പറഞ്ഞു ഡൽഹിയിൽ നിന്ന് 1 രൂപ, പാർലമെന്റിൽ നിന്ന് 1 രൂപ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മോക്ഷത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി ആ ജനങ്ങൾക്ക് നൽകുമ്പോ അത് ഡൽഹിയിൽ നിന്ന് ഓരോ പൗരന്റെയും കയ്യിലെത്തുമ്പോ 1 രൂപ 13 പൈസയായി മാറുന്നുണ്ട്. എങ്ങനെയായി 1 രൂപ 13 പൈസയായത്? ഡൽഹിയിൽ നിന്ന് നടന്ന് ഇങ്ങനെ വന്നപ്പോ തേഞ്ഞു പോയതല്ല. രാഷ്ട്രീയ കവലകളിലെ ഭിക്ഷാന്തേഹികൾ, രാഷ്ട്രീയത്തിലെ കള്ളന്മാർ, തട്ടുകള്ളന്മാർ അവരഴിമതി നടത്തി പിടിച്ചു പറിച്ച് ഈ പാവപ്പെട്ടവൻ അവകാശപ്പെട്ട സ്വത്ത് പിടിച്ചു പറിച്ചെടുത്തതാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാജീവ് ഗാന്ധിയെ പോലെ പരിഭവം പറയല്ല ചെയ്തത്. രാജീവ് ഗാന്ധി പരിഭവം പറയാ ചെയ്തത്, കണ്ണീര് അണിയാ ചെയ്തത്. പക്ഷേ അതിനുള്ള പ്രതിവിധി എന്താണ് എന്ന് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി പഠിച്ചു. അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന്റെ 1ാമത്തെ സമയത്ത് നടത്തിയപ്പോൾ ഒരു പദ്ധതിയുണ്ട്, ജൻധൻ യോജന അക്കൗണ്ട്. ഇത് ആ അക്കൗണ്ട് പറഞ്ഞപ്പോ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു ഇയാൾക്ക് എന്ത് സുഖറ, അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞാല് പട്ടിണി മാറുമോ? നമ്മളവിടുത്തെ UPA കാരനും CPM കാരനും ലീഗുകാരും ഒക്കെ ചോദിച്ചാ എന്ത് അക്കൗണ്ട് ഉണ്ടാക്കിയാൽ പട്ടിണി മാറും. അത് കൊറോണയുടെ സമയത്ത് രാജ്യത്തിന് ഇവിടെ വിശദീകരിച്ചല്ലോ. ഓരോ ജൻധൻ അക്കൗണ്ടുള്ള ആളുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് 1500 രൂപ അയച്ചു കൊടുത്തു. ഇപ്പൊ ഈ 2000 രൂപ അയക്കുമ്പോ ആ 2000 രൂപ 235 രൂപ അല്ല എത്തുന്നത്. ഓരോ കേരളീയന്റെയും ഭാരതീയന്റെയും അക്കൗണ്ടുകളിലേക്ക് നേരെ അയച്ചു കൊടുക്കുന്ന 2000 അണാ പൈസ കുറയാതെ അതാ അർഹിക്കുന്ന പൗരന്റെ കൈകളിൽ എത്തിയ മാജിക്കിന്റെ പേരാണ് മോദി എന്ന്. ആ മാജിക്കിന്റെ പേരാണ് പ്രിയപ്പെട്ടത്. രാജീവ് ഗാന്ധിക്ക് പരിഭവം പറയാനേ പറ്റിയുള്ളൂ, സങ്കടം പറയാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ ആ പ്രശ്നത്തിന് പ്രതിവിധി കണ്ടെത്തി നരേന്ദ്രമോദിജി. എല്ലാ മേഖലയിലും സബ്കാ സാത്ത്, എല്ലാവരോടുമൊപ്പം എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന ഭാരി പുണരുന്ന രാജ്യത്തിന്റെ, ഭാരത മഹാരാജ്യത്തിന്റെ പൗരന്മാരാണെന്ന കാഴ്ചപ്പാടോടുകൂടി ഒന്നിച്ചു മുന്നോട്ട് പോവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമാവട്ടെ. ആ സംജാതമാകുന്ന പ്രക്രിയയിൽ ആരും അകന്നൊഴിഞ്ഞു മാറി. ഞാനിത് വെട്ടിത്തുറന്ന് പറയുമ്പോ ഈ ഫേസ്ബുക്കിലൊക്കെ ഈ മുഖമുള്ള ആളുകളും മുഖമില്ലാത്ത ആളുകളും വന്നിട്ട് തെറി പിടിക്കും. ഇവരെ വിചാരം എന്താ, എനിക്കിത് കേട്ടാ വലിയ രാജാവാണ്. ഞാൻ ചങ്ങൈമാരെ മൂല്യാരായി നടക്കുന്ന സമയത്ത് ആരാച്ച പോടാന്ന് പറഞ്ഞ ആളാണ്. പിന്നെയാണ് ആ മൂല്യാന്താനും മൗലവിധാനും മാറ്റിവെച്ച് രാഷ്ട്രീയക്കാരനായി നിൽക്കുമ്പോ എനിക്കിത് വല്ലതും പൂശുക. അതുകൊണ്ട് നിങ്ങൾ തെറിയായിട്ട് നിങ്ങൾക്കാണ് കുറവാകും എന്നല്ലാതെ. പിന്നെ വേറെ ചില ആളുകളുടെ പരിഭവം എന്താ പറയുക? വേറെ ചില ആളുകളുടെ പരിഭവം, നീ റിഷാദ് എന്നുള്ളതിന്റെ പേര് വെച്ചോ, സുല്ലമി എന്ന് പറയാം. ഇവരൊക്കെ പിതാവിന്റെ അടുത്ത് കിട്ടിയതാണോ ഈ സുല്ലമി എന്ന് പറഞ്ഞ സംഗതി? എന്റെ ചെങ്ങൈമാരെ, ഞാൻ 2 കൊല്ലം പിടി, 3 കൊല്ലം PA, 2 കൊല്ലം MA, 7 കൊല്ലം കയ്യില് കുത്തിയിട്ട് കിട്ടിയതായത്. ഇനിയിപ്പോ അതിൽ നിങ്ങൾക്ക് പരിഭവം ഉണ്ടെങ്കിൽ, സുല്ലമീന് ഞാൻ പറഞ്ഞൊരു പരിഭവം ഉണ്ടെങ്കിൽ നിങ്ങള് അവിടെ കോളേജിൽ പോവുക, ജമിയത്ത് കൂട്ടിയിട്ട് കോളേജിന്റെ പേരങ്ങോട്ട് മാറ്റിക്കാളി, കുഞ്ഞിമ മാറ്റൂല എന്ന് മാത്രമേ ആ വിഷയത്തിൽ എനിക്ക് പറയാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, BJPയുടെ പ്രവർത്തകരോട്, മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോട്, എല്ലാവരോടും എനിക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾ
ഈ പറയുന്ന ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാവട്ടെ, നിയമസഭാ ഇലക്ഷനിലാവട്ടെ, നിങ്ങളിപ്പോ ഭരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ സമ്മതിദാന അവകാശം നൽകിയാൽ ഈ കേരള സംസ്ഥാനം നേരിടുന്ന ഭീകരമായ ഒരു പട്ടിണിയുടെ വറുതിയുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇപ്പോ ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഈ സന്ദർഭത്തിൽ പോലും കേരളത്തിന്റെ ഖജനാവിൽ 10 പൈസയില്ല. കേന്ദ്രം പ്രഖ്യാപിച്ച പദ്ധതികൾ വഴിമുട്ടി നിൽക്കുന്നു. കേന്ദ്രം അനുവദിച്ച ഫണ്ടുകൾ വഴിമാറ്റി ചെലവഴിച്ച് ദുരുപയോഗം ചെയ്ത് കൂട്ടടിച്ച് ഭൂർത്തടിച്ച് നശിപ്പിച്ച് പാപ്പരായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇനിയും ഇവരൊക്കെ തന്നെ കടന്നു വന്നാൽ അടുത്ത 5 വർഷത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിന്റെ അവസ്ഥയുടെ പതിതാവസ്ഥ, അതിന്റെ ഒരു വല്ലാത്ത ശോചനീയമായ അവസ്ഥ എത്രത്തോളം ഭീകരമായിരിക്കും, ബീഭത്സമായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയുമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരത്തെ, നിങ്ങളുടെ സമ്മതിദാന അവകാശത്തെ വിനിയോഗിക്കുമ്പോ അത് താമര അടയാളത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ, സംസ്ഥാനത്തെ പുനർനിർമ്മിക്കുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുന്താനത്തിന്റെ ഒരു വരി ഉച്ചരിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. കൂടെയല്ല ജനിക്കുന്ന നേരത്തും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരുമിച്ച് നിൽക്കുക. നമുക്ക് അകൽച്ചയുടെ കാര്യമില്ല, അകന്നൊഴിഞ്ഞു മാറി നിൽക്കേണ്ടുന്ന അവസ്ഥയില്ല, ഒന്നിച്ചു നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്ക് ബോധമുള്ള ആൾക്കാരാണല്ലോ. ഓരോ പദ്ധതികൾ ഞാൻ നേരത്തെ പറഞ്ഞു, ജൽജീവൻ മിഷൻ, അതിന് ഫണ്ടില്ല, കേരളം അതിൽ നിന്ന് പുറകോട്ട് മാറി നിൽക്കുന്നു, അത് അവതാളത്തിലായിരിക്കുന്നു. ഓരോ പദ്ധതികൾ, പ്രധാനമന്ത്രി ആവാസ് യോജന, കേരളം മാറി നിൽക്കുന്നു, ഫണ്ടില്ല. അതുപോലെ വയോവന്ദൻ പദ്ധതി, അതിന് ഫണ്ടില്ല, കേരളം പുറകോട്ട് മാറി നിൽക്കുന്നു. ഒരു പരിപാടിക്കും 5 പൈസയില്ല. എന്നാൽ എന്താ സംഗതി? പേരിന് പണി നായാട്ട്, കൂട്ടാൻ ചേമ്പിന്റെ അല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിന്റെ വർത്തമാനകാല സാഹചര്യം. എന്ത് പേരിന് പണി നായാട്ട, കുടിയെന്താ കറിക്ക് ചേമ്പിന്റെ അലയാ, നാളാ. വലിയ വിപ്ലവമാണ്, ഞങ്ങൾ 1ാം സ്ഥാനത്താണെന്ന് പറയുന്നു, പ്രഖ്യാപിക്കുന്നു, അതിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. പക്ഷേ നടപ്പിൽ വരുത്താൻ, പ്രയോഗവൽക്കരണ പദ്ധതികളിൽ അമാന്തിച്ചു കയ്യിൽ 5 പൈസയുമില്ലാതെ, ഖജനാവിൽ 1 രൂപ പോലുമില്ലാതെ പിറകോട്ട് മാറിപ്പോയിരിക്കുന്നു ഈ സംസ്ഥാനം. അപ്പോ നമുക്ക് കൃത്യമായ രാഷ്ട്രീയപരമായ അവബോധത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. കൃത്യമായി നിങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച് ഈ ത്രിതല പഞ്ചായത്തുകളിലേക്ക് നമ്മുടെ പ്രിയങ്കരികളായ നമ്മുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് അവരോട് പറയാം, ഏത് ആവശ്യവും നിങ്ങൾക്ക് അവരോട് പറയാം, നിങ്ങളുടെ ഏത് പ്രയാസങ്ങളും നിങ്ങൾക്ക് അവരോട് പറയാം. അവരതിന് പ്രതിവിധി കണ്ടെത്തും. നിങ്ങൾക്ക് അർഹതയുള്ള എല്ലാ വികസനങ്ങളും, എല്ലാ ആനുകൂല്യങ്ങളും ഓരോരുത്തർക്കും വകവെച്ചു നൽകും. അവിടെ ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ അതിർവരമ്പുകളില്ലാതെ എല്ലാവരെയും ഒരുമിച്ചു കണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുന്നു. പൂന്താനത്തെ ധരിച്ച് കൂടെയെല്ലാം മരിക്കുന്ന നേരത്തും, കൂടെയെല്ലാം ജനിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃത എന്ന് ചോദിച്ച പൂന്താനം മഹാകവിയെ പോലെ പരസ്പര സ്നേഹത്തിന്റെ മണ്ണിൽ, ഈ പുണ്യഭൂമിയിൽ ഒരുമിച്ചൊത്തൊരുമയോടെ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ബിജെപി.